ഹലോ ഗൈസ്, അങ്ങനെ കുറേ നാളത്തെ എൻ്റെ ആഗ്രഹമായിരുന്നു കേട്ടോ. എൻ്റെ സോളോ ഡേറ്റിന് ഞാൻ പോവുകയാണ്. ബസ്സിലാണ് പോകുന്നത്. ഫസ്റ്റ് തന്നെ ഒരു മൂവിയാണ് പ്ലാനിങ്. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തു. തമിഴ്നാട്ടിൽ ഗേൾസിന് ടിക്കറ്റ് ഫ്രീ ആണ് ഗൈസ്. നമ്മുടെ നാട്ടിലും വരുന്നുണ്ട്. ഈ ഒരു പാർട്ടിയായിരുന്നു എനിക്ക് ട്രാവലിംഗ് പാർട്ട്ണറായിട്ട് കിട്ടിയത്. പുള്ളിക്കാരി ഭയങ്കര കോമഡിയാണ് കേട്ടോ. കുറേ നേരം എൻ്റെ അടുത്ത് സംസാരിച്ചു. ഇപ്പോൾ ഈ കാണുന്ന കാഴ്ച പുള്ളിക്കാരി തന്നെ പുള്ളിക്കാരിയുടെ നാട്ടിലെ ഉത്സവത്തിന് വിളിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. പുള്ളിക്കാരിയുടെ പെട്ടെന്ന് കമ്പനിയായി. അതിൻ്റെ ഇടയ്ക്ക് പുറത്തുള്ള ഈ കാഴ്ചയൊക്കെ കണ്ടു. ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് കൊച്ചി നമ്മുടെ മറൈൻ ഡ്രൈവ് ഓർത്തു. മിസ് ചെയ്യുന്നുണ്ട് അതൊക്കെ. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിരുന്നപ്പോഴത്തേക്ക് പാട്ടി എൻ്റെ അടുത്ത് യാത്രയൊക്കെ പറഞ്ഞു പോയി. നമ്മൾ തിയേറ്ററിലെത്തി. നൈസായിട്ട് കുറച്ച് നേരം തിയേറ്റർ വൈബൊക്കെ പിടിച്ചിട്ട് അങ്ങനെ നമ്മളൊരു മലയാളം മൂവി നമ്മുടെ ബേസിൽ ജോസഫിൻ്റെ അതിരടിയാണ് കണ്ടത്. മൂവി വാസ് നൈസ് ഗൈസ്. മൂവിയെല്ലാം കണ്ട് ക്ഷീണത്തിൽ എനിക്ക് തന്നെ സ്വന്തമായിട്ടൊരു ട്രീറ്റ് ഒക്കെ കൊടുക്കണമെന്ന് തോന്നിയിട്ട് ഞാൻ ഒരു ബിരിയാണി ഓർഡർ ചെയ്തു. അതും നല്ല തമിഴ്നാട് സ്റ്റൈലിൽ മസാലയൊക്കെയുള്ള നല്ലൊരു നൈസായിട്ടുള്ളൊരു ബിരിയാണിയായിരുന്നു. ഇറ്റ്സ് നോട്ട് വാവ് ബട്ട് ഇറ്റ്സ് ഗുഡ്. നല്ല ബിരിയാണിയായിരുന്നു. അതൊക്കെ കഴിച്ചിട്ട് ഒരു ഓട്ടോയൊക്കെ പിടിച്ച് നൈസായിട്ട് കോയമ്പത്തൂർ വാക്ക് വേ ആയിട്ടുള്ള റേസ് കോഴ്സിൽ പോകുന്ന കരുതി. അങ്ങനെ ഓട്ടോ ഒക്കെ പിടിച്ച് നല്ല വെയിലാണ് ഗൈസ്. അപ്പോൾ കുടയൊക്കെ ചൂടിയിട്ടാണ് പോകുന്നത്. കുടയൊക്കെ ചൂടി പിന്നെ വാക്ക് വേ എത്തിയപ്പം നൈസായിരുന്നു. നല്ലൊരു കാം ആൻഡ് ക്വയറ്റ് വാക്ക് വേ ആണ്. എനിക്കിവിടുത്തെ അറ്റ്മോസ്ഫിയർ ഇഷ്ടപ്പെട്ടു. കുറേ പ്ലേ ഏരിയയും കിഡ്സിന് വരാൻ പറ്റിയ ഏരിയ ഉണ്ട്. ഈ ഒരു സർക്കിൾ എനിക്ക് നല്ലോണം ഇഷ്ടമായി, ഈ ഒരു സാധനം. പിന്നെ ഇവൻ്റെ കയ്യിൽ നിന്ന് എന്തോ ഒരു സാധനം, അതെന്തോന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ അതൊക്കെ വാങ്ങിച്ച് നൈസായിട്ട് അതൊക്കെ കഴിച്ചുകൊണ്ട് അങ്ങനെ നടന്ന് കുറേ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് വീഡിയോസൊന്നും എടുത്തില്ല. കാരണം എനിക്ക് തന്നെ കുറച്ച് ടൈമൊക്കെ കൊടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ സോളോ ഡേറ്റ്. ഓക്കെ ബൈ.